ഹേ ഗായ്സ്, ഇന്നെൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അച്ചുവിന് ചോറ് കൊണ്ടുപോകണം. അതിനുള്ള കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അച്ചിങ്ങയും ചെമ്മീനുമാണ് ഇന്ന് കൊടുത്തു വിടുന്നത്. അപ്പോൾ അത് ഞാൻ താളിക്കാൻ വേണ്ടിയിട്ട് സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സവാള മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞെടുക്കാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് നമ്മുടെ ആ ഒരു അച്ചിങ്ങയും ചെമ്മീനും വേവിച്ചതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് റെഡിയാക്കി അങ്ങോട്ട് എടുത്തു. ചോറ് പാക്ക് ചെയ്യാണ് കേട്ടോ. പിന്നെ വേറെ കറിയായിട്ട് കൊടുത്തു വിട്ടത് ചേമ്പും ചെമ്മീനും കൂടെ വെച്ചതാണ്. ഇത് രണ്ടും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതാണ് കൊടുത്തു വിട്ടത്. അങ്ങനെ ദാഹിച്ചു വർക്കിന് പോവാണ്. അച്ഛന് ഇന്ന് പണിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനും പോവാണ് കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത്. അതും കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നമുക്കിന്ന് പറവൂർ പോകാനുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ആദ്യം പോയത് നമ്മുടെ പറവൂർ ജ്വല്ലറിയിലേക്കാണ് കേട്ടോ. അവിടെ പോയി നമുക്കൊരു കൂട്ടം വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും വിശക്കാൻ തുടങ്ങി. പിന്നെ നമ്മുടെ പറവൂർ തന്നെയുള്ള വസന്തവിഹാർ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ചന്ന ബട്ടൂരി മസാല എന്ന് പറഞ്ഞിട്ട് അത് ആദ്യമായിട്ട് കഴിക്കുകയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാങ്ങിച്ച് ട്രൈ ചെയ്യുന്നു. അങ്ങനെ കഴിച്ച് നോക്കി കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. അതിൻ്റെ കൂടെ നല്ല തൈരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോഴാണ് വീട്ടിലേക്ക് വന്നത്. അപ്പോൾ നേരെ ചോറ് കഴിക്കാം കേട്ടോ. ചോറിന് കറികളായിട്ട് ഇന്ന് പപ്പടം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ അച്ചിങ്ങയും ചെമ്മീനുണ്ടല്ലോ, ആ ഒരു കറിയും, പിന്നെ കടച്ചക്കയും ചെമ്മീനും കൂടെ വെച്ചത്. ഇത് രണ്ടും കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഇത് നല്ല ഇഷ്ടമാണ്. നമ്മളിവിടെ കടച്ചക്കയെന്നാണ് പറയുന്നത്. അങ്ങനെ അത് വെച്ചിട്ടുള്ള ആ ഒരു കറിയും കൂട്ടി ചോറ് കഴിച്ചു കേട്ടോ. പിന്നെ പയറുപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂട്ടിയിട്ട് ഞങ്ങൾ ചോറ് കഴിച്ചു. അങ്ങനെ ഒരു ഉറക്കമൊക്കെ അങ്ങോട്ട് ഉറങ്ങി. കാശിക്കുട്ടനെ ഉറക്കാൻ കിടത്തുമ്പോൾ ഞാനും ആ കൂട്ടത്തിൽ ഉറങ്ങിപ്പോവും കേട്ടോ. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോൾ വെയിൽ തെളിയാൻ തുടങ്ങി. ഇപ്പോൾ വെയിലൊക്കെ തെളിയുന്ന കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ. പിന്നെ എന്തോ വെയിൽ അങ്ങനെ തെളിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാശിക്കുട്ടനുള്ള കുറുക്ക് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഓരോ സൗണ്ട് കേൾക്കുന്നത് കാശിക്കുട്ടൻ ഇവിടെ ഇരുന്ന് ഓരോന്നെടുത്ത് എറിയുകയാണ് കേട്ടോ. അതാണ്, ഒന്നും വിചാരിക്കരുത്. അങ്ങനെ ഞാൻ നേരെ ചായ ഇടാൻ വേണ്ടി പോയി. അപ്പോൾ ഇന്ന് നമ്മൾ കട്ടൻ ചായയാണ് ഉണ്ടാക്കിയത്. വല്ലപ്പോഴും ഇങ്ങനെ കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കാറുണ്ട് കേട്ടോ. പിന്നെ ചായക്ക് അങ്ങനെ കടിയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഒരു മാഗി ഇരുന്നത് എടുത്ത് ഉണ്ടാക്കുകയാണ് കേട്ടോ. അങ്ങനെ മാഗിയാണ് ഇന്ന് വൈകിട്ട് കഴിച്ചത്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.